അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവ് എടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ചെറിയ ചെറിയ കട്ടകളൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് എടുക്കുന്നത്. 250 ml കപ്പിന് അര കപ്പ് കടലമാവ് എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാം കടലമാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ കടലമാവ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ അര കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 100 ഗ്രാം കടലമാവും 100 ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കടലമാവും റവയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഈ മാവൊന്ന് കലക്കിയെടുക്കാം. ആദ്യം ഒരു പകുതി കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി വെള്ളവും കൂടി ഒഴിക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അയമോദകമാണ് ഒരു 1/4 ടീസ്പൂൺ. കൈകൊണ്ട് തിരുമ്മി പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അയമോദകം എന്ന് പറയുമ്പോൾ മുറുക്കിലൊക്കെ ചേർക്കുന്ന അയമോദകമില്ല, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവേല ഉണക്കി പൊടിച്ചാണ്. കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അജ്വൈനും കസൂരി മേത്തിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ്. ഉണക്കമുളക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. സാധാരണ വറ്റൽ മുളക് മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയൊരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങയാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഉഴുന്നിൻ്റെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. മുറിച്ച് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ചതച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്നുകിൽ ഓഫാക്കി ഇടുക, അല്ലെങ്കിൽ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് കലക്കിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കുറുകി ഉരുണ്ട് വരണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം ഡ്രൈ ആയി കിട്ടണം, അതുവരെയും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ആവുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്തിട്ടെടുക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബോൾ പോലെ ഉരുണ്ട് വരണം പാനിൽ നിന്ന് വിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ല. സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്ന് വേണമെന്നില്ല, വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇനി ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടാണ്, ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇത് ചൂട് മാറിയിട്ട് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക. സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് 3ആയിട്ട് കട്ട് ചെയ്യാം. ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഒരേ അളവിൽ 3ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ പീസും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. 2 വശവും ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാ വശവും ഒന്ന് നമുക്ക് മൊരിയിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ വശവും ഒന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ എല്ലാ വശവും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. നമ്മൾ കുറച്ച് എണ്ണയിലല്ലേ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വശങ്ങളിലൊന്നും മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കുക. എല്ലാ വശവും ഇതാ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ചായപ്പലഹാരമായിട്ടും എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്